എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹോം മെയ്ഡ് ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്ലേ നമുക്ക് കുക്കിംഗ് ആവശ്യമില്ലാത്ത റെസിപ്പിയാണ്. അതുപോലെ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് കേടായി പോവാത്ത ടൈപ്പാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ടാൽക്കം പൗഡർ ഇല്ലേ, അതായാലും മതി. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പാണ് ഈ ഗ്ലൂ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വിനെഗറാണ് ആഡ് ചെയ്യേണ്ടത്. സാധാരണ വിനെഗർ, ഇത് ഒരു പ്രിസർവേറ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കി വെക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് വിനെഗർ എടുത്തത്. ഇനി ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ബേബി ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ അതും കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ ലിക്വിഡ് ടൈപ്പാണ് കുറച്ചും കൂടെ നല്ലത്. എൻ്റെ ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടാണ്, എക്സ്പയറി ആയതാണ്. അപ്പോൾ കുറച്ച് കട്ട പിടിച്ചിട്ടാണുള്ളത്. അതും ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവാണ് വേണ്ടുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യേണ്ടി വരും, നല്ലപോലെ കുഴച്ചെടുക്കേണ്ടി വരും. കുറച്ച് മെനക്കേടാണ്. കുറച്ച് ലിക്വിഡി ആയിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ 1.5 ഗ്ലാസ് എന്നും പറഞ്ഞെങ്കിലും എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള അത്രയും എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവം കിട്ടണം. അപ്പം ഇത് നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് ഇത് നല്ലപോലെ സോഫ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇനി ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ തുടങ്ങിയത് 1 ഗ്ലാസ് കോൺഫ്ലവറിലാണ്. പക്ഷേ ഇപ്പം ഏകദേശം 1.5 മുതൽ 1.25 ഗ്ലാസോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ 1.5 മുതൽ 2 ഗ്ലാസ് വരെയാണ് നമുക്ക് കോൺഫ്ലവർ വേണ്ടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലേ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമ്മൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാനിതിനെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോളിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിലേക്ക് ഓരോന്നിനും ഡിഫറെൻറ്റ് കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് തന്നെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് നമ്മൾ ഇതിൽ കുറച്ച് മാത്രം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈറ്റ് പിങ്ക് കളർ, ബേബി പിങ്ക് കളറ് ക്ലേ കിട്ടും. അതുപോലെ കുറച്ചധികം ഡ്രോപ്സ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡ് കളർ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് യെല്ലോ, ഗ്രീൻ, ബ്ലൂ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കളർ ആഡ് ചെയ്യുമ്പം ഗ്ലവ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കയ്യിലൊക്കെ കളർ ആവാൻ സാധ്യതയുണ്ട്.
അപ്പം ഇതാ നല്ല ബ്രൈറ്റ് കളേഴ്സ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന കളറ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. ഏകദേശം ഒരു നമ്മൾ മോൾഡ് ചെയ്തിട്ട് ഒരു 24 hours ആകുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മോഡ് പോഡ്ജ് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുറത്തുനിന്ന് ക്ലേ ഒന്നും മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.